10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഉമ്മയുടെ കയ്യിൽ കിടന്നങ്ങ് മരിച്ചു. പാല് കൊടുത്തപ്പോൾ കുഞ്ഞിനൊരു പെടച്ചില്. ഉമ്മ കയ്യിലേക്ക് മലർത്തി കിടത്തി നോക്കിയപ്പോ കണ്ട് കൊതി പോലും തീരാത്ത, ചുവപ്പ് മാറാത്ത നിഷ്കളങ്കമായ കുഞ്ഞ് ഉമ്മാന്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞങ്ങ് മരിച്ചു. ആ കുടിച്ച പാല് വായിലൂടെ ഒഴുകി പുറത്തേക്ക് അങ്ങ് പോയി. ആ കുട്ടിയുടെ കണ്ണൊക്കെ മറഞ്ഞു. ഓടി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മരിച്ചിട്ട് 15 മിനിറ്റായി. ഒരു ഉമ്മാന്റെ കയ്യിൽ കിടന്ന് 10 മാസം പ്രായമുള്ള നൊന്ത് പെറ്റ് താൻ പാല് കൊടുത്ത് കണ്ട് കൊതി തീരാത്ത ആ കുട്ടിയുടെ മേലെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത ഉമ്മന്റെ കയ്യിൽ കിടന്നൊരു കുട്ടി മരിക്കുക. തകർന്നു തരിപ്പണായി പോയി ആ ഉമ്മ. ഭ്രാന്തമായ ഒരവസ്ഥ. മക്കനെ ഇട്ട് മാത്രം പുറത്തിറങ്ങുന്ന, പർദ്ദയിൽ മാത്രം പുറലോകം കാണുന്ന, നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, രാവിലെ സുബൈക്ക് മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആ പെണ്ണ് പിന്നെ കിടന്നത് മാനസിക രോഗ ആശുപത്രിയിലാണ്. ഏകദേശം ഒരു 3 മാസത്തോളം ആ പെണ്ണിനെ മാനസിക രോഗ ആശുപത്രിയിൽ ചികിത്സിച്ചു. ആ പെണ്ണിന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നല്ല ജോലി ഒഴിവാക്കി തിരിച്ചു വന്നു. ഈ പെണ്ണിന്റെ അവസ്ഥ കണ്ട് ആ ഭർത്താവിനും ചില്ലറ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ അവസാനം 3 മാസം കഴിഞ്ഞപ്പോൾ അവർ കൗൺസിലിങ്ങിന് വരിക. നമുക്ക് എങ്ങനെയാ പ്രിയമുള്ളവര് ഇങ്ങനെ ഒരാളെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുക? അയാൾക്ക് എന്താണ് ആ വിശ്വാസം? ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈറല്ലേ അല്ലേ? 10 മാസം പ്രായമുള്ള നിഷ്കളങ്കനായ ഒരു കുട്ടി, നിങ്ങളുടെ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നാളെ സ്വർഗത്തിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക. സ്വർഗത്തിലെ പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കും. ആ സ്വർഗത്തിൽ വെച്ച് ആ കുട്ടി ഉമ്മനെ ചോദിക്കും, എന്താ വേണ്ടത്? ഒരു കളങ്കമില്ലല്ലോ, ആ കുട്ടി ഒരു തെറ്റും ചെയ്തില്ലല്ലോ, നരകത്ത് പോകില്ല എന്നുള്ളത് നമുക്ക് 101% ഉറപ്പാണല്ലോ. ആ കുട്ടിയോട് നാളെ വിചാരണയുടെ ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞു. കുട്ടി പറയും, ഞാൻ ഒന്ന് കാണുക പോലും ചെയ്യാത്ത, എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത എന്റെ ഉമ്മനെ വേണം. സ്വർഗത്തുനിന്ന് വിളിക്കുക അമ്മനെ, എനിക്ക് വേണം. നോക്കുങ്ങള്, അപ്പൊ സ്വർഗത്ത് ഒരു കുട്ടിനെ നിങ്ങൾ 4 കുട്ടികളെ പെറ്റ് പോറ്റി വളർത്തി വലുതാക്കി, ആ 4 കുട്ടികളും വലിയ നിലയിലെത്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ആ 4 പേര് സ്വർഗത്ത് പോകുന്നു? ഉണ്ടോ? പക്ഷെ ഈ ഉമ്മന്റെ ഈ കുട്ടി സ്വർഗത്തില, തീർച്ചയായും സ്വർഗത്തില. നിങ്ങൾ നോക്ക്, പ്രതിസന്ധികളെ മറികടക്കാൻ ഈ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഒക്കെ സഹായിക്കേണ്ടത്. എന്തുകൊണ്ട് ആ വിശ്വാസം, ആ ഉമ്മക്ക് ആ വിശ്വാസം കൊണ്ട് സാന്ത്വനം ലഭിക്കാത്തത്? അവിടെയാണ് വിശ്വാസം എന്ന് പറയുന്നതിനെ നാം ഒന്നുകൂടി വിലയിരുത്തേണ്ടത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ്, ഇതൊക്കെ എവിടുന്നാ വരിക? ഒരു കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ഒന്നുകൂടി വൃത്തിയായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനിടയിൽ പിശാച് കളിക്കുന്ന ഒരു കളി. മനുഷ്യന്റെ ശരീരത്തിലേക്ക് നേരിട്ട് കയറിക്കൂടി ആ മനുഷ്യന് പ്രശ്നമുണ്ടാക്കുകയല്ല പിശാച് ചെയ്യുക. കൂടുതൽ പിശാച് ചെയ്യുക എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സുകൾക്കകത്ത് വസ്വാസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ എടുത്തോങ്ങൾ. മൂത്തച്ചിയും ഇളയച്ചിയും തമ്മിലുള്ള പ്രശ്നം, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, മക്കളും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം ഒക്കെ എടുത്തോ നിങ്ങൾ. എല്ലാറ്റിന്റെയും അടിസ്ഥാനം മനുഷ്യന്റെ മനസ്സിനകത്ത് പിശാചുണ്ടാക്കിയ വസ്വാസായിരിക്കും. നിങ്ങൾ നോക്ക്, ഓരോ പ്രശ്നം എടുത്തു. ഒറ്റ മകൻ മാത്രമുള്ള ഉമ്മക്ക് ആ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോ ഒരു ചിന്ത പിശാചിട്ട് കൊടുക്കുക. ഈ മരുമകൾ അവളുടെ ശരീരം കാണിച്ച്, അവളുടെ സൗന്ദര്യം കൊടുത്ത്, അവളുടെ നല്ല സ്വഭാവം കാണിച്ച് ഉമ്മ പെറ്റ മോനെ അങ്ങോട്ട് കൊണ്ടുപോവോ? ഉമ്മന്റെ മനസ്സിൽ ആ പിശാച് കയറി. ഉണ്ടോ നിങ്ങള്? തഹജ്ജുദ് നിസ്കരിക്കുന്ന, ഒരു നിസ്കാരം ഒഴിവാക്കാത്ത, പർദ്ദ മാത്രമിട്ട് പുറത്തിറങ്ങുന്ന, ഖുർആൻ എപ്പോഴും ഓതുന്ന, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിക്കുന്ന ഉമ്മന്റെ മനസ്സിലാ പ്രിയമുള്ളവരെ ഈ പിശാച് കയറിയത്. വലിയ പ്രതിസന്ധിയാ. ആ കുടുംബത്തില് നല്ല രീതിയിൽ പോകുന്ന മകൻ, നല്ല രീതിയിൽ അവിടേക്ക് കയറി വന്ന മരുമകൾ, മുഴുവൻ പേർക്കും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. വലിയൊരു പ്രതിസന്ധി ആ കുടുംബത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ മറികടക്കാം? ഈ പിശാചിന്റെ വസ്വാസിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നേരിടാൻ കഴിയുമ്പോഴാണ് പ്രതിസന്ധികൾ മറികടക്കുക എന്നത് ഞാനും നിങ്ങൾ പഠിക്കാം. അത്രേ ഉള്ളൂ ഈ സാധനം. പക്ഷെ എത്ര പേര് നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ട് അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് പോകാറുണ്ട്? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയാണിത് എന്ന് നമ്മൾ എത്ര പേര് വിചാരിക്കാറുണ്ട്? സൗദി അറേബ്യയിലെ, ദുബായിലെ, കുവൈത്തിലെ ഒക്കെ നല്ല അറബികളുണ്ടാവും. നല്ല അറബികൾ എന്ന് പറഞ്ഞാൽ എല്ലാ അറബികളും അങ്ങനെ അല്ലാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നല്ല വിശ്വാസമുള്ള, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ജീവിക്കുന്ന നല്ല അറബികള്, വിശ്വാസമുള്ള സലഫികളായ അറബികള്. നോക്കണേ, ആ അറബികളെ കണ്ടിട്ട് യൂറോപ്യന്മാർക്ക് അത്ഭുത.
ആ അറബികളെ കാണുമ്പോൾ യൂറോപ്യന്മാർക്ക് അത്ഭുതമാണ്. വലിയ വലിയ ബിരുദങ്ങൾ നേടിയിട്ട് ലോകോത്തര സർവകലാശാലയിൽ നിന്ന് MBAയും MCAയും ഒക്കെ നേടി ഒരു നാടും ഒരു ബിൽഡിങ്ങും ഒക്കെ എങ്ങനെ നിർമ്മിക്കാമെന്നൊക്കെ പഠിച്ച് ലോകത്തെ സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ പഠിച്ച് കടന്നു വരുന്ന വലിയ വലിയ ശമ്പളം പറ്റുന്ന യൂറോപ്യന്മാർക്ക് അറബികളുടെ ജീവിതം ഇപ്പോഴും അത്ഭുത. കാരണം എന്താണെന്നറിയോ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് പൊളിഞ്ഞങ്ങ് വീണാൽ ആ ബിൽഡിങ്ങിന്റെ സൈറ്റിൽ വന്നിട്ട് അറബി പറയും അൽഹംദുലില്ലാ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തോ ഒരു ശർറ് അറിഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മനസ്സിന് ഒരു പ്രശ്നവുമില്ലാതെ താൻ മുടക്കിയ കോടാനുകോടികൾ തകർന്നു വീണത് പോലും റബ്ബിന്റെ വിധിയാണെന്നോർത്ത് സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങുന്ന വിശ്വാസികളെ ഇപ്പോഴും സൗദി അറേബ്യയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ മനുഷ്യൻ താൻ മുടക്കിയ കോടികൾ നഷ്ടപ്പെട്ടപ്പോ അവന് സമാധാനം നൽകിയത് ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ് എന്ന അചഞ്ചലമായ വിശ്വാസമാണ്. ഇവിടെയാണ് വിശ്വാസി എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോ ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസി എന്ന വാക്കിന് അർഹനാണോ എന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ചെറിയൊരു പ്രതിസന്ധി വരുമ്പോ, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ആകെ തകർന്ന് തരിപ്പണമായി ഒരു വീടിന്റെ മുഴുവൻ അവസ്ഥാവിശേഷങ്ങളെയും നരകതുല്യമാക്കി തീർക്കുന്ന എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിലെന്ന് ഞാനും നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കും. എത്ര ആൾക്കാരുടെ ചെറിയൊരു പ്രശ്നം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ആ ചെറിയ കാര്യത്തെ എടുത്ത് മനസ്സിലേക്കിട്ട് വളർത്തി വലുതാക്കി തകർന്ന് ഒരു കട്ടിലിന്റെ മുകളിൽ ഉമ്മ തളർന്നു കിടക്കുമ്പോ ആ വീട്ടിനകത്തുണ്ടാകുന്ന മക്കളും അവിടെ കാത്തു നിൽക്കുന്ന ഭർത്താവിന്റെ ഒക്കെ മനസ്സെന്തായിരിക്കും? ഒരു വീടിന്റെ അവസ്ഥാവിശേഷത്തെ ആകെ തരിപ്പണമാക്കി. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രതിസന്ധികൾ എങ്ങനെ നേരിടാം എന്ന പാഠം കൃത്യമായി പഠിക്കേണ്ടത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പാഠം പഠിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് വീണ്ടും തിരിച്ചു പോവാം. മനുഷ്യൻ എന്ന ജീവി റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടി. ഞാനല്ല, റബ്ബ് സുബ്ഹാനഹു തആലയുടെ തന്നെ വാക്കുകൾ. അങ്ങനത്തെ ഒരു സൃഷ്ടിയാ ഞാനും നിങ്ങളും. എന്താ നമ്മുടെ കഴിവ്! നിങ്ങൾ നോക്ക്, എന്റെ മുന്നിൽ ഓണായി നിൽക്കുന്ന ഈ വീഡിയോ ക്യാമറ എന്റെ ശബ്ദം 10 മടങ്ങ് കൃത്യതയോടെ നിങ്ങളുടെ ചെവിയിലെത്തിക്കുന്ന ഈ ശബ്ദ സംവിധാനങ്ങൾ, എന്റെ മുന്നിൽ കത്തി നിൽക്കുന്ന LED ബൾബുകൾ, എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഞാൻ ഇങ്ങോട്ട് ഓടിച്ചു വന്ന എന്റെ കാറ്, നമ്മളൊക്കെ ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന വിമാനങ്ങൾ, കപ്പലുകൾ, ഇതൊക്കെ മനുഷ്യൻ എന്ന് പറയുന്ന ഉദാത്തമായ സൃഷ്ടിപ്പിന്റെ കണ്ടുപിടുത്ത. ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ കണ്ടുപിടിച്ചത് നമ്മളാ. ഈ ലോകത്ത് കാണുന്ന സർവവും, ഒരു പോത്തും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു പട്ടിയും ഈ ലോകത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. 1946-ലും 1846-ലും 1746-ലും പട്ടി ജീവിച്ച പോലെ എപ്പോഴും പട്ടി ജീവിക്കുന്നു, പോത്ത് ജീവിച്ച പോലെ എപ്പോഴും പോത്ത് ജീവിക്കുന്നു, ആട് ജീവിച്ച പോലെ എപ്പോഴും ആട് ജീവിക്കുന്നു. ഏതെങ്കിലും പോത്ത് പാൻറ് ഇട്ട് നോക്കിയോ? ഏതെങ്കിലും പോത്ത് കുടുംബായോ? എന്തേ? അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യർ ജീവിച്ച പോലെയാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും 2018 സെപ്റ്റംബർ മാസത്തിൽ ജീവിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണിലേക്ക് ലോകത്ത് മുഴുവൻ നടക്കുന്ന വിവരങ്ങളെ, വിസ്മയകരമായ വിവരങ്ങളെ വിവരസാങ്കേതിക വിദ്യ എന്ന വിദ്യ കൊണ്ട്, നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് തൊട്ടറിയാവുന്ന ഇത്രയും വികസിതമായ ഈ ലോകം മനുഷ്യൻ എന്ന ഉദാത്തമായ സൃഷ്ടിപ്പിന്റെ വളരെ മനോഹരമായി അവൻ ഉപയോഗിക്കാവുന്ന ബുദ്ധി കൊണ്ട് അവൻ ഉണ്ടാക്കിയതാ. എന്തൊക്കെ 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 നിങ്ങളൊന്ന് അങ്ങാടിക്ക് ഇറങ്ങി നോക്ക്. എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചോ നിങ്ങൾ? ഇനി ആ മനുഷ്യൻ നിങ്ങൾ എടുക്കുക. ആ മനുഷ്യന് അടുത്ത പ്രത്യേകത എന്താണെന്നറിയോ? മനുഷ്യന്റെ മാത്രം പ്രത്യേകത, അവന് 2 ഭാഗം, ഒന്ന് ശരീരം, 2 മനസ്സ്. മനുഷ്യന്റെ പ്രത്യേകത, മനുഷ്യന്റെ മാത്രം പ്രത്യേകത. പട്ടിക്ക് ശരീരം, മനസ്സുണ്ട്, പക്ഷെ മനുഷ്യന്റെ അത്ര വികസിതമല്ല. നമുക്കോ വികസിതമായൊരു മനസ്സ്. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കാരയിലെ സഹോദരി സഹോദരന്മാർ ചിന്തിക്കണം, ആ മനസ്സ് മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു പട്ടിയുടെ മനസ്സ് ആ പട്ടിന്റെ ശരീരത്തെ ബാധിച്ചു എന്ന് വരില്ല. ഒരു പോത്തിന്റെ മനസ്സ് ആ പോത്തിന്റെ ശരീരത്തെ ബാധിച്ചു എന്ന് വരില്ല. പക്ഷെ മനുഷ്യന്റെ മനസ്സാണ് മനുഷ്യൻ എന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. എന്റെ മനസ്സ്
പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു കുപ്പി എടുത്തിട്ട് നിങ്ങളെ മോനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കും, ഒരു കുപ്പി എടുത്തിട്ട് മോനെ കൊടുത്തിട്ട് മോനോട് പറ, മോനെ കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടൊരു പീടിയെന്ന്. ചെറുക്കൻ എന്താ പറയാ? മനസ്സില്ല. അതിന്റെ മനസ്സ് കുപ്പിയുണ്ട്, പൈസ ഉണ്ട്, ഇതിന്റെ മനസ്സിൽ വാങ്ങണം. അത് വാങ്ങണമെങ്കിൽ ഒരു മനുഷ്യന് മനസ്സ് വേണം. എന്തു ചെയ്യണമെങ്കിലും ആ മനുഷ്യന്റെ മനസ്സ് ആ മനുഷ്യനോട് പറയണം. മനസ്സാണ് ശരീരത്തെ നയിക്കുന്നത്, ശരീരം മനസ്സിനെ അല്ല. ഞാൻ പറഞ്ഞത് ഓർക്കണേ, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് പറയണത്, നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കയറാൻ. അപ്പൊ എന്റെ മനസ്സാണ് എന്നെ നയിക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. മനസ്സ് മലീമസമായാൽ പ്രിയപ്പെട്ടവരെ ശരീരം മലീമസമാകും. നോക്കുങ്ങള് നോക്ക്, സ്വന്തം ഇക്കാക്കന്റെ ഭാര്യ, ഇക്കാക്ക കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, അവള് ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോ ആ ബാത്റൂമിലെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കിയ 17 വയസ്സുള്ള ആ ഭർത്താവിന്റെ അനിയൻ, 24 വയസ്സുള്ള കാക്ക കെട്ടിക്കൊണ്ടുവന്ന 10-20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, അവൾ കുളിക്കാൻ കയറിയപ്പോ ബാത്റൂമിന്റെ വിടവിലൂടെ ഒരു ഉളുപ്പില്ലാതെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആ ബാത്റൂമിന്റെ വിടവിൽ കണ്ണുവെച്ച് തന്റെ താത്ത കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന ഒരു ചെറുക്കൻ. ആ ചെറുക്കൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്താ കാരണം? അവിടെയാണ് ഉമ്മമാരും എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളും മക്കളും ഒക്കെ ചിന്തിച്ചു നോക്കുക. എന്താ കാരണം? അവൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം അവന്റെ മനസ്സ് അവനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അവൻ അതിലേക്ക് നയിച്ചത് അവന്റെ ശരീരമല്ല, അവന്റെ മനസ്സാണ്. ഇതാ മനുഷ്യന്റെ പ്രത്യേകത. വളരെ വികസിതമായ മനസ്സിന്റെ ഉടമകൾ, അതാണ് മനുഷ്യൻ. ഞാൻ, നിങ്ങൾ. ആ മനസ്സ് കൃത്യമായിട്ട് നിലനിർത്തിയാൽ നിങ്ങളുടെ ശരീരം കൃത്യമായി നിലനിൽക്കും. മനസ്സ് ശുദ്ധമാക്കിയാൽ ശരീരം ശുദ്ധമാകും. നഫ്സുൽ മുത്മഇന്ന, ഖുർആൻ പറയാ, സമാധാനമടഞ്ഞ മനസ്സേ തിരിച്ചോ റബ്ബിലേക്ക്. നിങ്ങൾ തിരിച്ചോ. അപ്പൊ മനസ്സിന് എന്താ കൊടുക്കേണ്ടത്? സമാധാനം. അതെങ്ങനെ കൊടുക്കാം? അതുണ്ടോ? ഈ ചെറുക്കൻ ഈ ബാത്റൂമിന്റെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കാനുള്ള കാരണം എന്താ? അവൻ തന്റെ കയ്യിൽ 9ാം ക്ലാസ് മുതൽ തന്റെ കയ്യിൽ കിട്ടിയ മൊബൈൽ ഫോണിലൂടെ അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ആണും പെണ്ണും ഇണചേരുന്ന ദൃശ്യങ്ങൾ, പെണ്ണിന്റെ തുണിയില്ലാത്ത ദൃശ്യങ്ങൾ, ഇതൊക്കെ തന്റെ മൊബൈൽ ഫോണിലൂടെ കണ്ട് 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 ആ ചെറുക്കന്റെ മനസ്സ് മലിനമായി, അവന്റെ പ്രവൃത്തി ശരീരം മലിനമായി. നോക്കുങ്ങള്, മനസ്സ് മലീമസപ്പെടാതെ നിന്നാൽ അവന്റെ ശരീരവും മലീമസപ്പെടാതിരിക്കും, അവന്റെ പ്രവർത്തനങ്ങൾ മലീമസപ്പെടാതിരിക്കും. മനുഷ്യന്റെ പ്രകൃതിക്കനുസരിച്ചുള്ള പ്രകൃതി മതമാണ് ഇസ്ലാം. മനുഷ്യ പ്രകൃതി, ആ പ്രകൃതി നോക്കുക. മനുഷ്യനൊരു പ്രകൃതിയുണ്ട്. ആ മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു തആല മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ഒരു പ്രകൃതിയുണ്ട്, പ്രകൃതമുണ്ട്. ആ മനുഷ്യ പ്രകൃതത്തിന് അനുസരിച്ചുള്ള മതമാണ് ഇസ്ലാം. മനുഷ്യന്റെ പ്രകൃതത്തിനനുസരിച്ച, അതുകൊണ്ട് മനുഷ്യ പ്രകൃതത്തിനനുസരിച്ചുള്ള മതമായതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും ബ്രഹ്മചര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ എടുത്തു നോക്ക്, ബ്രഹ്മചര്യം ഇസ്ലാമിലില്ല. കല്യാണം കഴിക്കാതെ, കുടുംബമാവാതെ, ഇണയില്ലാതെ ഒരാണോ പെണ്ണോ ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ മഠങ്ങൾ ഉണ്ടാക്കണം. ആ മഠങ്ങൾക്കകത്ത് കുറെ സ്ത്രീകളെ, കല്യാണം കഴിക്കാത്ത സ്ത്രീകളെ നിറച്ചു വെച്ച് റബ്ബിനോട് പ്രാർത്ഥനകൾ മാത്രമായിട്ട് ഒരു മഠം ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലില്ല. കല്യാണം കഴിക്കാതെ റബ്ബ് സുബ്ഹാനഹു തആലയെ മാത്രം ആരാധിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പൗരോഹിത്യം ഇസ്ലാമിലില്ല. കാരണം എന്താ? ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. പത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നും ഇന്നലെയും മിനിയാന്നുമൊക്കെ പത്രങ്ങളിലെ വാർത്ത ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയണ്ടല്ലോ. അറസ്റ്റ് ചെയ്തു, ചെയ്യണം, ചെയ്യാൻ സമരം എന്നൊക്കെ പറഞ്ഞിട്ടാ. എന്താ കാരണം? മനുഷ്യന്റെ പ്രകൃതി ഇണയായി ജീവിക്കുക എന്നതാ. ആ മനുഷ്യ പ്രകൃതിക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നാൽ ആ മനുഷ്യന് നിലനിൽക്കാൻ കഴിയില്ല. അവൻ തെറ്റിലേക്ക് പോകും, അവന്റെ മനസ്സ് മലിനമായി പോകും, മലീമസമായി പോകും, അവന്റെ പ്രവൃത്തികൾക്ക് പ്രശ്നമുണ്ടാകും. അതിന്റെ ഉത്തമ ഉദാഹരണം പത്രദ്വാര നമ്മൾ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുക. ഇസ്ലാം അങ്ങനെ പറയില്ല. ഇസ്ലാം എന്താ പറയണേ? ആ മനുഷ്യന്റെ പ്രകൃതി എന്താ? ഇണചേരാനുള്ള പ്രകൃതി. ഇണ വേണം. എന്തിനാ? അവന്റെ മനസ്സിനെ കൃത്യമായി നിലനിർത്താൻ. അതിനാ കുടുംബം. ആ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നതാരാ? ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതാരാ? എങ്ങനെയാ? ആ മനസ്സിലുണ്ടാകുന്ന ചെറിയ 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 പ്രശ്നങ്ങൾ.
അസ്വാസുകൾ. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും വികസിതമായ ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ആ മനസ്സിനെ കൃത്യമായി വിശ്വാസപൂർണ്ണം നിലനിർത്തുക എന്നതാ ഒരു മനുഷ്യൻ ചെയ്യേണ്ട പണി. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അവന്റെ പ്രവൃത്തിയൊക്കെ റെഡിയായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ബേജാറാ, ബേജാറാ, എന്തെങ്കിലും ആവുമോ, അങ്ങനെ ആവുമോ, ഇങ്ങനെ ആവുമോ, എല്ലാം ബേജാറാ. കുറച്ച് കടണ്ട്, ഇനി എന്താ പഠിച്ചനെ ചെയ്യാ, എന്താവും, ബേജാർ തന്നെ ബേജാർ. അപ്പൊ ആ പെണ്ണിന്റെ മനസ്സ് പ്രശ്നമായി. ഇനി ആ പെണ്ണിന്റെ പ്രവൃത്തി അതിനനുസരിച്ച് വരുള്ളൂ. നോക്കുങ്ങൾ, ആ പെണ്ണിന്റെ മനസ്സ് പ്രശ്നം. ആ മനസ്സിപ്പം പ്രതിസന്ധികളായി. ആ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയാതെ ആ കുടുംബം തകർന്നു തരിപ്പണ. ഭർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാൻ ആ പെണ്ണിന് കഴിയില്ല, മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ ആ പെണ്ണിന് കഴിയില്ല, ഒരു മനുഷ്യനോട് കൃത്യമായി പെരുമാറാൻ ആ പെണ്ണിന് കഴിയില്ല. മനസ്സിനകത്ത് വിഷം വന്നു. ആണിനും കഴിയില്ല, മനസ്സിനകത്ത് പ്രശ്നം വന്നു. ഇതാ മനസ്സാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുക എന്ന് ഓർമ്മയുണ്ടാകുമ്പോഴാണ് ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള മാർഗങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ തേടേണ്ടത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. റബ്ബ് സുബ്ഹാനഹു തആല ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ, സ്വർഗത്ത് പോകുന്ന ഉറപ്പിച്ചാൽ പിന്നെ ആ മനുഷ്യന്റെ അടുത്ത പണി പ്രതിസന്ധികളെ നേരിടുക എന്നതാ. ഒരാളെ സ്വർഗത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. പടച്ചോൻ വിചാരിക്കുകയാണ് ഇയാൾ സ്വർഗത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ അടുത്ത പണി പ്രതിസന്ധിയാ. റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഇട്ടു തന്നുകൊണ്ടേയിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയത് ഞാനും നിങ്ങളൊന്നുമല്ല, റബ്ബിന്റെ നബിമാരാ. ശരീരമാസകലം ചീഞ്ഞ് നാറി നടക്കുന്ന വഴികളിൽ ശരീരത്തിന്റെ ഇറച്ചി ഇങ്ങനെ ഊർന്നു വീണുകൊണ്ടിരിക്കുന്ന ആള് നമ്മൾ പഠിച്ചതാ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇത്രയും വലിയ പരീക്ഷണം റബ്ബ് സുബ്ഹാനഹു തആല കൊടുത്തത് നബിക്ക. നോക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ളാ, അള്ളാന്റെ സുഹൃത്താ. നോക്കിയ അള്ളാന്റെ സുഹൃത്ത് എന്ന് വിശേഷിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് റബ്ബ് സുബ്ഹാനഹു തആല കൊടുത്ത പരീക്ഷണത്തിലെയാ. സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്നു. സ്വന്തം ഭാര്യനെയും മക്കളെയും ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത കത്തിജ്വലിച്ച് സൂര്യൻ നിൽക്കുന്ന ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ ആ ഭാര്യനെ മക്കൾ ഇട്ടിട്ട് പൊയ്ക്കോ എന്ന് നിർദ്ദേശം. അള്ളാന്റെ സുഹൃത്തിനാണ് അള്ളാഹ് ഇങ്ങനെ പരീക്ഷിക്കണേ. എന്താ കാരണം? ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ, സ്വർഗത്തിലാക്കാൻ റബ്ബ് തീരുമാനിച്ചാൽ അവൻ പിന്നീട് ഈ ഭൂമിയിൽ അവന്റെ ജീവിതത്തിൽ നേരിടേണ്ടത് പ്രിയമുള്ളവരെ പ്രതിസന്ധികളെയാണ് എന്ന ബോധമുണ്ടാവണം. ആ പ്രതിസന്ധി വരുമ്പോഴേക്ക് അവൻ ആകെ തളർന്ന് തരിപ്പണമായി തകർന്ന് കുറെ മാനസിക രോഗിയായി അവനുള്ള നിസ്കാരം നോമ്പൊക്കെ പോയി പ്രശ്നമായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അപസ്മാരമുള്ള ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് എന്റെ അപസ്മാരം ഒന്ന് മാറിത്തരാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുക. നബി പറഞ്ഞു അത് മാറുമെന്ന് അറിയില്ല. അപ്പൊ ആ പെണ്ണിന്റെ അടുത്ത പറച്ചിലെന്താ? അപസ്മാരം ഇളകി വീഴുമ്പോ എന്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകുന്നു, അങ്ങനെ ഒന്ന് നീങ്ങാതിരിക്കാനെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കണ്ടോ നിങ്ങൾ എത്രമാത്രം കാര്യങ്ങളുണ്ട് അതിൽ. ആ പെണ്ണിന്റെ ബേജാറെന്താ? എന്താ ബേജാറ്? എന്റെ ശരീരം ആരെങ്കിലും ഞാൻ വീണു പോകുമ്പോ ബോധമില്ലാതെ കിടക്കുമ്പോ കണ്ടുപോകുമെന്നാ. പക്ഷെ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ആ പെണ്ണ് തയ്യാറാ. നമ്മളോ ഓടുക. ഇന്ന് കൗൺസിലിംഗ് സെന്ററുകൾ നിറഞ്ഞു കവിയ. ലോകത്തെ ഏത് മനുഷ്യനും പണി ഇപ്പം കൗൺസിലിംഗാ. രാജ്യത്ത് മുഴുവൻ, നാട്ടിൽ മുഴുവൻ മാജിക് നടത്തിയിട്ട് ആ മാജിക്കുമായി നടന്നിരുന്ന ആള് പോലും ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് അയാളും കൗൺസിലിംഗാ. കുടുംബ ക്ലാസ്സുകളാ, ആളുകൾക്ക് സാന്ത്വനമേക്കുക. കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ സ്കോപ്പ് കണ്ടെത്തിയിട്ട് എല്ലാ മാജിക്കുകാരും എല്ലാ ആൾക്കാരും ഇപ്പൊ കൗൺസിലിംഗാ. എന്നിട്ട് കുറെ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും ഒക്കെ ഉണ്ടാക്കി മനുഷ്യർക്ക് ഇട്ടുകൊടുത്തിട്ട് അവർ അവരുടേതായ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാരണം എന്താണെന്നറിയോ? ഈ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഇന്ന് രാജ്യത്തുള്ളത് ഈ കൗൺസിലിംഗ് സെന്ററാണ്. അതിന്റെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ കാത്തു കെട്ടിക്കിടക്കുക. സമാധാനം തരുമോ, സമാധാനം തരുമോ, സമാധാനം തരുമോ. ഇന്നലെ മിനിയാന്നത്തെ പത്രം നമ്മളോട് സംസാരിച്ചത് എന്താണെന്നറിയോ? ഒരു വ്യാജ സിദ്ധനെ പോലീസ് പിടിച്ചു എന്നാ. 6ാമത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അയാളെ പോലീസ് പിടിച്ചത്. വ്യാജ സിദ്ധൻ. പത്രത്തിലെ വാർത്ത നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. അകത്തെ പേജിൽ കാണാം ആ സിദ്ധൻ ഏറ്റവും കൂടുതൽ പറ്റിച്ചത് ആരെയെന്നറിയോ നിങ്ങൾക്ക്? ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരെ. എന്തിനാ പറ്റിച്ചെന്നറിയോ? അവരുടെ കുടുംബജീവിതം സമാധാനപൂർണ്ണമാക്കാൻ വേണ്ടി സിദ്ധന്റെ അടുത്ത് പോയിട്ട് നിൽക്കാണ്. സിദ്ധ ഒന്ന് സമാധാനാക്കി തരുമോ? സിദ്ധൻ പറഞ്ഞു 10 പവൻ മുടക്കുണ്ട്, ആരോടും പറയരുത്. ആരോടും പറഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. 10 പവന്റെ മുമ്പ് കൊണ്ടാച്ചാ ഗൾഫുകാരന്റെ ഭാര്യയല്ലേ, 10 പവൻ ഉണ്ടാവുമെന്ന് സിദ്ധനറിയാം. അങ്ങനെ ആ ഭർത്താവും അറിയാതെ, അമ്മായിമ്മ അറിയാതെ, മക്കളൊന്നും അറിയാതെ ഈ പെണ്ണ് 10 പവൻ കൊണ്ടുപോയിട്ട് ആ സിദ്ധന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുക.
ഈ പെണ്ണിന് വേണ്ടത് എന്താ? മനസമാധാനം. മനസമാധാനത്തിന്റെ വഴികൾ തേടി മനുഷ്യൻ വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടം നിങ്ങൾ നോക്കണം. ആ സിദ്ധൻ എത്ര പേരെ പറ്റിച്ചെന്നറിയോ? എത്രയോ പെണ്ണുങ്ങൾ അവരുടെ സ്വർണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ പറ്റിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു ധൈര്യം എന്താണെന്നറിയോ? പറ്റിക്കപ്പെട്ടവർ ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യൂല. 1-2 ആൾക്കാരെ കംപ്ലൈന്റ് ചെയ്യൂല. അവരുടെ പ്രശ്നം തീർത്ത്. പക്ഷേ എത്ര പെണ്ണുങ്ങൾ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ട് 5 പവൻ കൊടുത്താൽ നിങ്ങൾ പറയോ ഇന്ന് 5 പവനും കൊടുത്തിരുന്ന് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മോന്തം കടി കിട്ടൂലേ? ഉണ്ടാതൊരു ഭാഗത്തിരിക്കും. അതെന്നെ സിദ്ധന്മാരുടെ ഒക്കെ ധൈര്യം. ഈ സിദ്ധന്മാരുടെ അടുത്തേക്ക് നാട്ടിൽ കുറെ മൊയ്ലിയന്മാര് ഉണ്ടോ, വലിയ വലിയ തങ്ങന്മാര് താരപരിവേഷവുമായിട്ടിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് ആളുകൾ പോകുന്നു. എന്തിനാ? മനസ്സമാധാനം. കുടുംബത്തിൽ സമാധാനമില്ല. നോക്കുങ്ങള് എത്ര സിദ്ധന്മാര്, സ്വാമിമാര്, ഗുരുജികൾ, യോഗ സെന്ററുകൾ മനുഷ്യൻ സമാധാനം തേടിയിട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകത്ത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, വാ ഞാൻ തരാൻ സമാധാനം. സമാധാനത്തിന്റെ മതം ഇസ്ലാം. നിങ്ങൾ ഇങ്ങോട്ട് പോര്. എത്ര സിമ്പിള്. മനുഷ്യ പ്രകൃതിക്കനുസരിച്ചുള്ള മതം. ആ മതം പറയുന്നത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? മനസ്സമാധാനമുണ്ട്. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതം തന്നെ അവന്റെ കാര്യം. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് ക്യാൻസർ വരികയാണ്, ഒരാൾക്ക് ക്യാൻസർ വരികയാണ്. ഡോക്ടർമാര് വേദനയുമായി ഡോക്ടറെ സമീപിച്ചപ്പോ ബയോപ്സി ഒക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഡോക്ടർ അയാളോട് പറഞ്ഞു ക്യാൻസറാണ്, പ്രശ്നമാണ്, 2ാമത്തെ സ്റ്റേജാ. 1ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു, 2ാമത്തെ സ്റ്റേജാ. അതുകൊണ്ട് കുറച്ചൊക്കെ എങ്ങനെയാണ് കിടന്നിട്ട് പിന്നെ മരിച്ചങ്ങോട്ട് പോകുമെന്ന് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരു ഡോക്ടർ പറയുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, മതത്തിൽ വിശ്വാസമില്ലാത്ത, ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് അടുത്ത ചിന്ത എന്തായിരിക്കും? അയാൾ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഈ ക്യാൻസറിന്റെ വേദന മുഴുവൻ അയാൾ എന്തിനാ തിന്നണ്? നിങ്ങൾ പറ, എന്തിനാ തിന്നണ്? അയാൾ ചിന്തിക്കുകയാണ് ഞാനിപ്പോ ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണ്, ദൈവമില്ല, എത്തിയസ്റ്റാണ്, ദൈവമില്ല. എനിക്ക് ആ വേദന ഇങ്ങോട്ട് കിട്ടിയപ്പോ ഞാൻ എന്താ ചിന്തിക്കണേ? പടച്ചു ഇനി എന്തിനാ ഞാൻ ജീവിക്കണേ? എനിക്ക് ഈ ലോകത്ത് ഇനി ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അടുത്ത പണി എന്താ? ഡോക്ടറെ ചാവാളൊരു ഗുളിക നീക്കി ഞാൻ ചത്തോളാം, വെറുതെ ഈ വേദന സഹിക്കണ എന്തിനാ? എന്നാൽ അയാളൊരു സത്യവിശ്വാസിയാണെങ്കിലോ അയാൾ പുഞ്ചിരിക്കും ഡോക്ടറെ മുഖത്ത് നോക്കിയിട്ട്. ഡോക്ടറെ ഞാൻ എത്ര വേദന സഹിക്കേണ്ടി വരും? കുറെ സഹിക്കേണ്ടി വരും, ഞാൻ സഹിച്ചോളാം. സഹിക്കുന്ന ഓരോ ദിവസത്തും എനിക്ക് എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആ രോഗം പോലും ആ മനുഷ്യന് മനസ്സമാധാനം കിട്ടും. അത് അവിശ്വാസികൾ. ആ വിശ്വാസത്തോടെ പോയി നമ്മൾ എത്ര പ്രസംഗം കേട്ട്, എത്ര ഖുർആൻ പഠിച്ചു, എവിടെ പോയി ആ വിശ്വാസം? കണ്ടോ? ക്യാൻസർ എന്ന മഹാമാരിയെ, പ്രതിസന്ധിയെ മറികടക്കാൻ വാ നിങ്ങൾ ഇസ്ലാമിലേക്ക് എന്ന് കൃത്യമായിട്ട് ഇസ്ലാം വിളിക്കുന്നു. നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്? അവിടെ ക്ഷമ കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗാണ്. ഈ പ്രതീക്ഷ, നിരാശ, പ്രതീക്ഷ, നിരാശ, 2 വാക്കാ ഞാൻ പറഞ്ഞു. മനസ്സിനെപ്പോഴും പ്രതീക്ഷയുണ്ടാകുമ്പോ ആ മനുഷ്യൻ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കും. എന്നെയും നിങ്ങളെയും ഒക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. നമ്മുടെ മക്കൾ വലിയ പ്രതീക്ഷ, നമ്മുടെ ഭാര്യ പ്രതീക്ഷ, നമ്മുടെ ജോലി പ്രതീക്ഷ, ഉണ്ടാക്കിയ വീട് മുഴുവനാക്കുക എന്ന പ്രതീക്ഷ. നോക്കുങ്ങൾ, ഇനി ആ കുട്ടികളൊക്കെ ഒന്ന് കെട്ടിക്കണമെന്ന പ്രതീക്ഷ, അവസാനത്തെ മോനൊന്ന് കല്യാണം കഴിച്ച പ്രതീക്ഷ, ഇനി കല്യാണം കഴിച്ചാലോ ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രതീക്ഷ, ആ കുഞ്ഞിക്കാല് കണ്ടാലോ അതിന്റെ കുഞ്ഞിക്കാല് കാണാൻ പിന്നെ പ്രതീക്ഷ. പ്രതീക്ഷ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ മുന്നോട്ട് ഗമിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ മനസ്സിന് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞിട്ടില്ലടോ, തകർന്ന് തരിപ്പണമായി കയ്യോ കാലോ അനക്കാൻ കഴിയാതെ മനസ്സ് മാത്രം ഉണർന്ന് കട്ടുമ്മ കിടക്കുമ്പോഴും പ്രിയപ്പെട്ട മനുഷ്യ കഴിഞ്ഞിട്ടില്ലടോ, എനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. നാളെ ഒരു ലോകമുണ്ട്, ഒരു പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. സ്വർഗം ഒരുക്കി വെച്ച് നിന്റെ നാഥൻ കാത്തിരിക്കുന്നുണ്ട്. ദാ നീ പ്രതീക്ഷിച്ചോ. കഴിഞ്ഞില്ലേ പ്രതിസന്ധി? ഇനി എന്ത് പ്രതിസന്ധി നമുക്കുണ്ട്? ആലോചിച്ചു. മലപ്പുറത്ത് ഒരു പ്രോഗ്രാം നടക്കുക, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. വലിയൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ ഒരുപാട് നമ്മുടെ ഒക്കെ പ്രവർത്തകര്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരും ഒക്കെ സജീവമായി പങ്കെടുക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. കിടപ്പിലായിപ്പോയ ബെഡിൽ കിടക്കുന്ന കിടപ്പിലായിപ്പോയ രോഗികൾക്ക് സാന്ത്വനമായി കടന്നു ചെല്ലുന്ന വലിയ പ്രവർത്തനം. ആ പാലിയേറ്റീവ് കെയറിന്റെ ഒരു പരിപാടി നടക്കുകയാണ് മലപ്പുറത്ത്, കുറച്ച് ഉള്ളോട്ട.
അവര് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറൊന്ന് വരുമോ, ഒരു കുറച്ച് സമയം സംസാരിക്കാൻ. ഓ വരാം. ഞാൻ പോയിട്ട് എന്റെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളെ കെയറിലുള്ള എല്ലാ കുടുംബങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് സാർ. വലിയൊരു ഓഡിറ്റോറിയത്തില പരിപാടി. എല്ലാ കുടുംബങ്ങളും ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. കിടപ്പിലായ രോഗികളെ ആംബുലൻസിൽ എടുത്തുകൊണ്ടുവന്ന് ആ കിടക്കയിൽ കിടത്തിയിട്ടുണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ ആളുകളെയും ആ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു. ആ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആളുകൾ, മുഴുവൻ ആളുകളെയും. നമ്മുടെ പ്രവർത്തകരുണ്ട്, എന്നെ പരിചയമുള്ളവരുണ്ട്. അവരൊക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടെ നിന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, മുഴുവൻ ആളുകളെയും ഞങ്ങളിതാ ഈ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാലിയേറ്റീവ് കെയറിൽ അതിന്റെ കീഴിൽ ഞങ്ങൾ പരിചരിക്കുന്ന മുഴുവൻ രോഗികളെയും, കിടപ്പ് രോഗികളെ ഉൾപ്പെടെ ഇതാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറയുക. എന്നിട്ട് അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തോ ഒരു ചങ്ങാതി അയാൾ പറഞ്ഞു, ഒരാൾ മാത്രം വന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു പ്രശ്നം, എന്താ ഒരാൾ മാത്രം വരാത്തത്? അപ്പോ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് ഒരാളെ മാത്രം എത്തിക്കാൻ, ഇത്രയും ആൾക്കാരെ ഇവിടെ എത്തിച്ച നിങ്ങൾക്ക് ഒരാളെ കൂടി എത്തിക്കാൻ പറ്റൂലേ? അപ്പൊ എന്നോട് പറഞ്ഞു ഒരാൾ മാത്രം എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, അതാരോ ഒരാൾ? അപ്പൊ പറഞ്ഞ അതൊരു കിടപ്പിലായ ഒരാളാണ്, എണീക്കാനൊന്നും കഴിയില്ല, പക്ഷെ അയാളെ ഭാര്യയും അയാളൊന്നും സമ്മതിച്ചില്ല, അതുകൊണ്ട് അയാൾ മാത്രം വന്നിട്ടില്ല. ഓക്കെ. ഞാൻ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 1-2 ആളുകൾ എന്നെ കൂടിയിട്ട് പറഞ്ഞു, സാറേ അത് വരാത്ത ആള് നമ്മളാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അയാൾ വരാത്തത്? അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങളെ ഈ പ്രസംഗം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഈ വേദിയിൽ പാട്ടും ഡാൻസും കളിയൊക്കെ. സാന്ത്വനത്തിലുള്ള രോഗികളെ സാന്ത്വനിപ്പിക്കാൻ സംഗീതം കൊണ്ട് കഴിയും, ഡാൻസ് കൊണ്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ മാജിക്കും പാട്ടും ഡാൻസും ഒക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം. ഈ കിടപ്പിലായ രോഗികളും അത് കാണും. അപ്പോ അത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവര് വരാഞ്ഞത്. നോക്ക് നിങ്ങള്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെവിടെയാ, അവരെവിടെയാ താമസം? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയായിട്ടാ പോയത്. അവർ പറഞ്ഞു പോണ വഴി തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ നമുക്കൊന്ന് കയറി, വെറുതെ ഒന്ന് കയറി നോക്കുക. അപ്പൊ അവർ പറഞ്ഞാൽ കയറി നോക്കുക. കയറി നോക്കിയപ്പോ അവസ്ഥ താരങ്ങള്, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ഓടിട്ട വീട്. ആ വീടിന്റെ ചുമരുകളൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ വീട്, 2 ചെറിയ റൂമുകൾ, ഒരു നടുവിലൊരു ചായ്പ് പോലെ ഇങ്ങനെ ഒരു അടുക്കളയൊക്കെ കെട്ടിയിട്ട് ഒരു സൗകര്യവും ഇല്ലാത്തൊരു വീട്ടില് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുഖത്ത് ദൈന്യതയുള്ള യാതൊരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യാത്തൊരു പെണ്ണ്, അകത്ത് കയ്യും കാലുമൊക്കെ വിരല് പോലെ നീർത്തുപോയ ഒരു മനുഷ്യൻ. അയാൾ കട്ടുമ്പോ കിടക്കുക, അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ കഴിയില്ല. ഈ പെണ്ണും നോക്കണം. ഞാൻ വെറുതെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അത്ഭുതകരമാണ് അവരുടെ ജീവിതം. അത്രയും വലിയൊരു പ്രതിസന്ധിയെ ആ പെണ്ണ് എങ്ങനെ മറികടന്നു എന്ന് നിങ്ങളൊന്ന് പഠിക്കണം. അതാണ് വിശ്വാസം. ചിന്തിച്ചു നോക്കുന്നു. ആ പെണ്ണ് കല്യാണം കഴിക്കുമ്പം അവക്ക് പ്രായം 16 വയസ്സ് കഴിഞ്ഞതാണ്. ഇപ്പൊ ഒരു 40 വയസ്സ് 45 വയസ്സുണ്ടാവും എന്ന് വിചാരിച്ചു നിങ്ങൾ. ആ പെണ്ണിന് അവള് 17ാമത്തെ വയസ്സില് ഒരു ചെക്കന്റെ കയ്യും പിടിച്ച് ജീവിതത്തിലേക്ക് കടന്നതാണ്. കല്യാണം കഴിക്കുമ്പോ ആ ചെക്കന് പ്രായം 21 22 വയസ്സ്. അന്നത്തെ കാലാട്ടോ, 10-20 കൊല്ലം മുമ്പാ. ആ 10-20 കൊല്ലം മുമ്പ് ഈ 17 വയസ്സുള്ള ദീനുള്ള നിസ്കരിക്കുന്ന വിശ്വാസമുള്ള ഈ പെണ്ണിന് ഒരു അറബി കോളേജ് പഠിക്കായിരുന്നു അവള്. അപ്പോഴാണ് ഈ ചെറുക്കം വന്ന് കല്യാണം കഴിച്ചത്. 5 നേരവും പള്ളിയിൽ ചെന്ന് നിസ്കരിച്ച് നോമ്പ് നോറ്റ് റബ്ബ് സുബ്ഹാനഹു തആലയെ കൃത്യമായി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചെറുക്കൻ. അവന് പണി ഈ കൗങ്ങുമ കയറലായിരുന്നു. അങ്ങനെ കൗങ്ങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയല്ലോ, കാരയിൽ ഇവിടെ മൊത്തം നോക്കിയിട്ട് റബ്ബറിന്റെ ചെടിയാ. കൗങ്ങ് പറഞ്ഞ ചെടി കൂടി ഉണ്ട് കേട്ടോ. ആ കൗങ്ങിന്റെ മുകളിൽ കയറുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിന്റെ പ്രത്യേകത, ഒരു കൗങ്ങിന്റെ മുകളിൽ കയറിയ അടുത്ത കൗങ്ങിന്റെ മുകളിൽ പിന്നെ കയറൂല. ഇതിന്റെ മുകളിൽ നിന്ന് ആടിയിട്ട് പിടിക്കുക ചെയ്യുക. ഇങ്ങനെ ആട്ടിയിട്ട്, നിങ്ങൾക്ക് അറിയാലോ, അത് കുറച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും. കുട്ടികൾക്കൊക്കെ ഇനി യൂട്യൂബിലായിട്ട് ഉണ്ടോന്ന് അറിയില്ല, കയറി വെക്കേണ്ടി. അപ്പൊ ഒരു കൗങ്ങിന്റെ മുകളിൽ നിന്ന് ആടി അടുത്ത കൗങ്ങ് പിടിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് പറിച്ച് അങ്ങനെ കയറി പോവുക ചെയ്യുക കൗങ്ങിന്റെ മുകളിൽ. ഈ ചെറുക്കൻ സത്യസന്ധനാണ്, ദീനുള്ളവനാണ്, ഉഷാറാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ അന്നൊക്കെ കൗങ്ങ് കൃഷി വ്യാപകം, അപ്പൊന്നുമില്ല. കൗങ്ങ് കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് ഇവന് ഈ കൗങ്ങുമ കയറുന്ന പണിയാണ്. നല്ല കൗങ്ങ് കയറ്റക്കാരനാണ്. അങ്ങനെ കല്യാണം കഴിച്ച് 22 വയസ്സുള്ളപ്പോ 17 വയസ്സുള്ള പെണ്ണിനെ കെട്ടി ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിസ്കാരവും നോമ്പും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. 18ാമത്തെ വയസ്സായപ്പോ ഈ പെണ്ണ് പ്രഗ്നന്റ് ആയി.
അവള് പ്രഗ്നന്റ് ആയി. അവള് ഒരു കുട്ടിയെ പ്രസവിച്ചു. വയസ്സ് 19 ആയപ്പോഴേക്ക് അവളൊരു കുട്ടിനെ പ്രസവിച്ചു. അവളെ കയ്യിൽ ഒരു ചെറിയ മോനെ. ആ ചെറുക്കനെ 5, 6, 7 മാസം പ്രായമുള്ളപ്പോ കവുങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ആ കവുങ്ങ് ഇങ്ങനെ ആട്ടിയിട്ട് അടുത്ത കവുങ്ങിന്റെ മുകളിൽ പിടിക്കാൻ നോക്കിയപ്പോ ആടിയ കവുങ്ങിന്റെ മുകളിൽ പിടുത്തം വിടുകയും മറ്റേ കവുങ്ങിന്റെ മുകളിൽ പിടുത്തം കിട്ടാതാവുകയും ചെയ്തപ്പോ അത്രയും ഉയരത്തുന്ന ചെറുക്കൻ താഴേക്ക് അങ്ങ് വീണു. അത്രയും ഉയരത്തുന്ന വീണത് ചെളിക്ക. താഴെ മുഴുവൻ ചെളിയ, മഴക്കാല, നല്ല ചെളിയ, ഒന്നുമില്ല. അവന്റെ മേലൊരു മുറിവോ പൊട്ടോ പൊളിയോ ഒന്നുമില്ല. ആ ചളിയിലേക്ക് വീണ് പതിഞ്ഞു പോയി. അവനെ ഓടിച്ചെന്നിട്ട് ആളുകളൊക്കെ എടുത്തപ്പോ ഒരു മുറിയോ ചോരയോ ഒന്നുമില്ല. അവനെടുത്ത് പൊന്തിച്ചപ്പോ അവൻ നിന്നൊന്നും പറ്റിയിട്ടില്ല, ഒരു തരിപ്പ് മാത്രം. അവനെ എടുത്ത് വണ്ടിയിലിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേക്ക് അവന്റെ ശരീരമാകെ തരിക്കുന്നു. ഡോക്ടറോട് പറഞ്ഞു ഒന്നുമില്ല, മുറിയൊന്നുമില്ല, നിൽക്കാനൊക്കെ കൈയുണ്ട്, പക്ഷെ ഒന്നായിട്ടൊരു തരിപ്പ്. ഡോക്ടർമാര് പരിശോധിച്ച് വൈകുന്നേരമായപ്പോഴേക്ക് അവന്റെ കൈയും കാലും ഒക്കെ ആകെ തരിച്ച് ഡോക്ടർമാര് വിധി എഴുതി. അവന്റെ നട്ടലിന് ക്ഷതമേറ്റിരിക്കുന്നു. ഇനി കഴുത്തിന് താഴേക്ക് ജീവിതകാലത്ത് ഈ ചെറുക്കൻ അനങ്ങൂല. എന്ത് ചെയ്യും? 7 മാസം പ്രായമുള്ള മുലകുടി മാറാത്തൊരു കുട്ടി, പെണ്ണിന്റെ കയ്യിൽ ചെറിയൊരു വീട്, ജീവിതം പച്ച പിടിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒന്നുമില്ല കയ്യില്. 24 25 വയസ്സായപ്പോ കവുങ്ങിന്റെ മുകളിൽ താഴേക്ക് വീണ ഈ ചെറുക്കൻ, ആ ചെറുക്കനെ വീട്ടിൽ കൊണ്ടുപോയി ആശുപത്രി എന്ന് പറഞ്ഞു. ഇനി ഇവിടെ കിടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആരോ അവനൊരു വാട്ടർ ബെഡ് കൊടുത്തു, അവന്റെ പുറമൊക്കെ പൊട്ടാതിരിക്കാൻ. ആ വാട്ടർ ബെഡിൽ കിടത്തിയോടുകൂടി ഈ ചെറുക്കന്റെ ജീവിതം ആ വാട്ടർ ബെഡിൽ ആ ജീവിതം അവിടെ കിടന്നു. നിസ്കരിക്കുമ്പോ കൈയൊന്നും ഇങ്ങനെ കെട്ടാൻ കൂടി കഴിയൂല. അവൻ മനസ്സിലിങ്ങനെ വെച്ച് നിസ്കരിക്കണം. കാരണം കഴുത്തിന് മേലോട്ട് മാത്രം അവന് കരയാം, ചിരിക്കാം, സംസാരിക്കാം, ഒന്നും അനക്കാൻ കഴിയാതെ ഒരേ കിടപ്പ്. മാസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ ഭാര്യനെ അടുത്ത് വിളിച്ചിട്ട് അയാൾ പറഞ്ഞു, എടി എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയൂല, ഞാൻ ഇങ്ങനെ പോകും, ഞാൻ ഇങ്ങനെ പോകും, അതുകൊണ്ട് എന്നെ നീ കാക്കണ്ട, നീ ഒരു കല്യാണം കഴിച്ചു, എന്നെ ഒഴിവാക്കിക്കോ, ഞാൻ മൊഴി തരാം, എന്നിട്ട് നീ പോയിട്ട് ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചോ എന്ന് ഈ ചെറുക്കൻ പറഞ്ഞപ്പോ ഈ പെൺകുട്ടി ഈ ചെറുക്കനോട് പറയാണ്, ആ പെൺകുട്ടി പറയാണ്, ഞാൻ പോകില്ല, എനിക്ക് റബ്ബ് തന്ന ഭർത്താവാണ് നിങ്ങള്, നിങ്ങളുടെ പ്രതിസന്ധിയിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടെ. അവളുടെ വീട്ടുകാരെ മുഴുവൻ നിർബന്ധിച്ചു, അവന്റെ വീട്ടുകാരെ നിർബന്ധിച്ചു, എല്ലാരും നിർബന്ധിച്ചിട്ട് പെണ്ണ് പറഞ്ഞു ഞാൻ പോവില്ല. അന്ന് മുതൽ ആ മനുഷ്യന്റെ മലവും മൂത്രവും ഒക്കെ കോരിയെടുത്ത് കഴുകിക്കളഞ്ഞ് അയാളുടെ പുറത്തൊരു പൊട്ട് വീഴാതെ, അയാളുടെ കയ്യോ കാലോ ഒന്നും പൊട്ടാതെ കൃത്യമായിട്ട് അയാളെ പരിപാലിച്ച് ഒരു മൂത്രത്തിന്റെ മണം പോലും ആ വീട്ടിൽ ഉയരാതെ ആ പെണ്ണ് കൃത്യമായിട്ട് ആ മനുഷ്യനെ 20 കൊല്ലമായിട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുക. അത്ഭുതം തോന്നില്ലേ നിങ്ങൾക്ക് കേട്ടിട്ട്? ആ പെണ്ണ് ജീവിതം കണ്ട് മാറ്റിവെച്ചു. ഞാൻ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടാക്കും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വീട് തരും, ഈ വീടൊക്കെ ഒന്ന് നന്നാക്കണേ ചോദിച്ചപ്പോഴാ 21 വയസ്സുണ്ട്. ആ 7 മാസം പ്രായമുണ്ടായിരുന്ന അവരുടെ മോനിപ്പോ ഒറ്റ മോനേ ഉള്ളൂ, 21 വയസ്സ്. അവനെ ആരൊക്കെയോ സഹായിച്ചിട്ട് എന്തോ ചെറിയൊരു പഠിത്തമൊക്കെ പഠിച്ചിട്ട് അവന് കുവൈത്തിലോ മറ്റോ ജോലി ചെയ്യുക ആ ചെറുക്കൻ. അപ്പൊ ആലോചിച്ച് നോക്കിയാ നിങ്ങള്. അപ്പൊ അവനുമില്ല വീട്ടില്. ഈ പെണ്ണ്, അവൾ യുവതിയാണ്, അവള് ഒരു 10 40 വയസ്സ് പ്രായം. ആ പെണ്ണ് ഇപ്പോഴും അയാളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, നിരാശയില്ല, എന്റെ ഭർത്താവ് വീണുപോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ ജീവിതം പോയല്ലോ എന്ന നിരാശയുടെ വാക്ക് പോലും തന്റെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീഴാതെ ആ ഭർത്താവിനെ കൃത്യമായി പരിപാലിക്കുന്നത്. ആ പെണ്ണിന് ആ ഭർത്താവിന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ലല്ലോ. എന്താ ഉള്ളത്? ദാമ്പത്യം കിട്ടോ? ഇല്ല. സമ്പത്ത് കിട്ടോ? ഇല്ല. ഒന്ന് തഴുകാൻ പോലും, ഒന്ന് തട്ടാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുന്ന ഭർത്താവിനെ കൃത്യമായി പരിപാലിക്കുന്ന പെണ്ണിന്റെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ എനിക്കും ഇയാൾക്കും കൂടി ഒരു വീട് കൊടുക്കുന്ന. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. 23 വർഷം ഈ ഭൂമിയിൽ കൃത്യമായി ജീവിച്ചൊരു മനുഷ്യൻ 21 വർഷം ഒരു കട്ടിലിൽ തളർന്നു കിടന്നെങ്കിൽ അയാൾ ചെയ്ത ഏത് പാപ ഇനി പുറത്തു കൊടുക്കാണ്ടാവുക? ആ മനുഷ്യന് ഏത് പാപ പുറത്തു കൊടുക്കേണ്ടത്? 5 നേരവും ഭാര്യ ഓർമ്മിപ്പിക്കുമ്പോൾ കൃത്യമായി മനസ്സിൽ നിസ്കാരത്തെ ആവാഹിച്ചെടുത്ത് നിസ്കരിക്കുന്ന ആ മനുഷ്യന് ഏത് പാപ പ്രിയപ്പെട്ടവരെ പുറത്തു കൊടുക്കേണ്ടത്? ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ പോവുക സ്വർഗത്തേക്കായിരിക്കും.
ആ പെണ്ണോ ആ മനുഷ്യന് വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുകാർ നടത്തുന്ന പ്രവർത്തനം തന്നെ വലിയ പ്രവർത്തനം. ആളുകളെ കൃത്യമായി പരിചരിക്കുന്നുവെങ്കിൽ 20 കൊല്ലം തന്റെ ഭർത്താവിനെ ഒന്നും കിട്ടൂല എന്ന് അറിഞ്ഞിട്ടും നിരാശ ബാധിക്കാതെ പ്രതീക്ഷയോടെ ആ പെണ്ണ് പരിപാലിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓർക്കുക, ആ പെണ്ണ് പ്രതിസന്ധിയെ മറികടന്നത് അചഞ്ചലമായ തന്റെ വിശ്വാസം കൊണ്ടാണ് എന്ന ഓർമ്മയുണ്ടാവണം നമുക്ക്. അതാണ് ഇസ്ലാം പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു കരുത്ത്. ഈ സാധന നോക്ക്, ആ മനുഷ്യൻ 21 കൊല്ലമായി 20 കൊല്ലമായിട്ട് കട്ടിലിൽ തളർന്നു കിടക്കുന്ന മനുഷ്യൻ ഓരോ വക്ത് നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. എന്താ നിങ്ങള്? പടച്ചോനെ, എന്റെ പെണ്ണുങ്ങൾക്ക് നീ സ്വർഗം കൊടുക്കണം, എനിക്ക് തന്നില്ലെങ്കിലും വേണ്ടില്ല, എന്നെ എത്രയും മനോഹരമായിട്ട് നോക്കുന്ന, എന്നെ 20 കൊല്ലമായിട്ട് എന്റെ ജീവൻ നിലനിർത്തുന്ന എന്റെ പെണ്ണുങ്ങൾക്ക് സ്വർഗം കൊടുക്കണേ പടച്ചോനെ. നോക്കുങ്ങള്, ആ പെണ്ണ് പ്രാർത്ഥിക്കണ എന്താ? അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യണത് എന്റെ ഭർത്താവിന് എനിക്ക് കൂടി ഈ സ്വർഗത്തിലൊരു വീട് കൊണ്ടട്ടോ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലൊരു കൊട്ടാരം പണിത് നൽകൂലേ പടച്ച റബ്ബ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതാ വിശ്വാസം. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്ക് തകർന്നു തരിപ്പണമായി പോകുന്നുവെങ്കിൽ അടിത്തറ മുതൽ ഇനിയും ശക്തമാക്കേണ്ടതുണ്ട് എന്റെയും നിങ്ങളുടെയും വിശ്വാസം എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണും എന്റെ ശബ്ദം കേൾക്കുന്ന ആണും ഒക്കെ തിരിച്ചറിയുക. ഈ വിശ്വാസം കൊണ്ട് നാളെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഓരോ നേരവും ഞാനും നിങ്ങളും ഒക്കെ സഹിക്കുന്ന വേദനക്ക് നമ്മൾ ഒരു ദിവസം വേദനിച്ച് കിടന്നാൽ, ഒരു ദിവസം പനിച്ചു കിടന്നാൽ, നമ്മുടെ മനസ്സിലുള്ള നെയ്യത്ത്, പടച്ചോനെ ഈ വേദന ഞാൻ സഹിച്ചോളാം, ഇതിന് പകരം എനിക്ക് പുറത്തു തരണട്ടോ എന്റെ പാപങ്ങൾ എന്നതാണെങ്കിൽ ആ നെയ്യത്തിന് കൂലിയുണ്ട്. ആ നെയ്യത്തിന്റെ ആ പ്രാർത്ഥനക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ഉത്തരം നൽകും എന്ന ഓർമ്മ വേണ്ടേ നമുക്ക്? ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവാൻ വേണ്ടി കിടക്കുമ്പോ സ്വഹാബികൾ വന്ന് വേദനയുണ്ടോ നബി എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ 2 ആൾ സഹിക്കുന്ന വേദന ഞാനിപ്പോ ഒരാൾ സഹിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞപ്പോ സ്വഹാബികൾ തിരിച്ചു ചോദിക്കാൻ നബിയോട്, അപ്പൊ 2 പേരുടെ പാപം നിങ്ങൾക്ക് പുറത്തു തരുമല്ലോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ഇതാണ് ഇസ്ലാമിന്റെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, ഒരു കഷ്ണം കയറിൽ തൂങ്ങിയാടി തീർക്കാനുള്ളതല്ല ഒരു മുസ്ലിമിന്റെ ജീവിതം. അങ്ങനത്തെ ഒരു ജീവിതം മുസ്ലിമിനില്ല. ആ മുസ്ലിമിന് എന്തെന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തെന്തൊക്കെ പ്രതിസന്ധികൾ മലവെള്ളപ്പാച്ചില കണക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും ഇളകാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നമുക്കൊരു ജീവിതം തരാനുണ്ട്. ഈ ലോകത്തെ ജീവിതം വളരെ നൈമിഷികമാണ്. 60ഓ 70ഓ വയസ്സ് വരെ ആരോഗ്യത്തോടെ ആയുസ് ഉണ്ടെങ്കിൽ ജീവിക്കും ഞാനും നിങ്ങളുമൊക്കെ. ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് അല്പം കൂടി ആയുസും ആരോഗ്യത്തോടും കൂടി ജീവിക്കും. അതിനപ്പുറം കടന്നുപോയവർ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലല്ലോ. 100ഉം 150ഉം വർഷങ്ങളൊക്കെ ഭൂമിയിൽ ജീവിച്ചവരില്ലല്ലോ. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്ക് അറിയുകയുമില്ല. അതുകൊണ്ട് മലവെള്ളപ്പാച്ചിൽ പോലെ മുഴുവൻ തട്ടിയെടുത്ത് ജീവിതം നമ്മുടെ മുമ്പിൽ നിന്നാലും പടച്ച റബ്ബ് നമുക്ക് നാളെ പരലോകത്തൊരു ജീവിതം തരാനുണ്ട് എന്ന പ്രതീക്ഷയാണ് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതീക്ഷ, പണക്കാരന്റെ പ്രതീക്ഷ, ഈ ലോകത്ത് കുടുംബമായി ജീവിക്കുന്നവന്റെ പ്രതീക്ഷ, കുടുംബം നഷ്ടപ്പെട്ടവന്റെ പ്രതീക്ഷ, മാനസികമായി തകർന്നു പോയവന്റെ പ്രതീക്ഷ, കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടവന്റെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയാണ് പ്രതിസന്ധികളെ മറികടക്കുക എന്ന വലിയ ഒരു കാര്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത് എന്ന ജീവിത പാഠങ്ങൾ നമ്മൾ അറിയണം. ഞാൻ ഈ അടുത്ത് ന്യൂസ് ചാനലിൽ ന്യൂസ് കണ്ടപ്പോൾ കണ്ടു, കോഴിക്കോട് രാമനാട്ടുകരക്കടുത്തൊരു വീടിനകത്തുനിന്ന് തീ ഇങ്ങനെ കത്തുക. വീടിനകത്ത് പലയിടത്ത് തീ കത്തുക. വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പൊ വാട്സപ്പിലൊക്കെ അതിന്റെ ക്ലിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. തീ ഇങ്ങനെ കത്തുക, അടുക്കളയിൽ ഇങ്ങനെ തീയെത്തുക, അത് ഇവര് വെള്ളമൊഴിച്ച് കിടത്തുമ്പോഴേക്ക് ബാത്റൂമിൽ തീയെത്തുക, അത് വെള്ളമൊഴിച്ച് കിടത്തുമ്പോഴേക്ക് വേറൊരു സ്ഥലത്ത് തീയെത്തുക, അത് കിടത്തുമ്പോഴേക്ക് വേറൊരു സ്ഥലത്ത് സ്വയം തീ കത്തുക ഒരു വീട്ടിനകത്ത്. പത്രം റിപ്പോർട്ട് ചെയ്ത, നമ്മുടെ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത ന്യൂസാ പറയുന്നത്. ആ ന്യൂസിൽ കാണിക്കുന്നുണ്ട് കത്തി പിടിച്ചിട്ട് അതൊക്കെ കെടുത്തിയിട്ട് കുറെ കിടക്കന്റെ ഭാഗമൊക്കെ കത്തിപ്പോയത്, ടാപ്പുകൾ കത്തിപ്പോയത്, ഇതൊക്കെ വീട്ടുകാർ വെള്ളമൊഴിച്ച് കിടത്തുക. ഇപ്പോ KSEBയുടെ ആളുകള്, ഇലക്ട്രിസിറ്റിയുടെ KSEBയുടെ ആളുകൾ മുഴുവൻ വന്നു നോക്കി. മറ്റാളുകളൊക്കെ ഫയർഫോഴ്സിന്റെ ആളുകൾ വന്നു, ഫോറൻസിക് വിഭാഗം വന്നു, എല്ലാവരും വന്ന് ആ വീട്ടിനകത്ത് മുഴുവൻ പരിശോധന നടത്തിയിട്ട് അവര് പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ഒന്നുമില്ല, കറണ്ടൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ടും തീ ഇങ്ങനെ പിടിക്കുകയാണ്. വലിയൊരു പ്രതിസന്ധി. എന്തുണ്ട് പരിഹാരം? ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ആ വാർത്ത അവസാനിക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്ക്? എങ്ങനെയാ വാർത്ത അവസാനിക്കുന്നത്? ആ വാർത്ത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ഭീതി ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ എങ്ങനെ താമസിക്കുമെന്ന പ്രതിസന്ധിയിൽ ആണ് ഈ കുടുംബം. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ പരീക്ഷിക്കുമെന്ന് നമുക്ക് നിങ്ങൾക്കും പറയാൻ പറ്റൂല, ആർക്കും പറയാൻ പറ്റൂല. ആ കാര്യമാണ് ഞാനും നിങ്ങളൊക്കെ മനസ്സിൽ ഓർക്കേണ്ടത്. സന്താനങ്ങളെ തരാതെ റബ്ബ് നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയേക്കാം. സമ്പത്ത് പിൻവലിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കിയ സമ്പത്ത് ഒരു ഉരുൾപൊട്ടൽ ഒലിച്ചു കൊണ്ടുപോകുമ്പോ, പ്രിയപ്പെട്ടവരെ, വയനാട്ടിലും
നമ്മള് ചങ്ങനാശ്ശേരിയിലുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇരുനില വീട് വെള്ളം പൊങ്ങിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇടിഞ്ഞങ്ങ് വീണ് കുമിളകളായിട്ട് അവസാനിക്കുമ്പോ ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോൾ പ്രതീക്ഷയായിട്ട് നിന്നേക്കാം. നമ്മളെ പ്രതിസന്ധിയിലാക്കിയേക്കാം. നിങ്ങളുടെ സന്താനങ്ങളെ തരാതെ, നിങ്ങളുടെ തന്ന സന്താനങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല കൊണ്ടുപോയിട്ട് മരണം തട്ടിയെടുത്തിട്ട് നിങ്ങളെ റബ്ബ് പ്രതിസന്ധിയിലാക്കിയേക്കാം. നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ സമ്പത്തിനെയും വലിച്ച് തിരിച്ചെടുത്ത് റബ്ബ് നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയേക്കാം. നിങ്ങളുടെ ഇണയെ നിങ്ങളിൽ നിന്ന് മരണം കൊണ്ടുപോയിട്ട് നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയേക്കാം. ഈ ലോകത്ത് നമ്മുടെ മനസ്സിന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ തീ കത്തിപ്പിടിക്കുന്നു, നമ്മുടെ പ്രതിസന്ധിയിലാക്കിയേക്കാം. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചേക്കാം, സന്താനമില്ലാതെ പരീക്ഷിച്ചേക്കാം, ഭയം കൊണ്ട് പരീക്ഷിച്ചേക്കാം. ഇതല്ലേ നമ്മുടെ പരീക്ഷണം? ഇതെല്ലാം മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ, വലിയ ബുദ്ധിയുള്ള ജീവിയെ പ്രതിസന്ധിയിലാക്കുമ്പോ ഒരു ചെറിയ ബുദ്ധി മതി ആ പ്രതിസന്ധികളെ മറികടക്കാൻ. എന്താണ് ആ ബുദ്ധി? നാളെ റബ്ബിന്റെ കോടതിയിൽ എത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്വർഗമുണ്ട്. ഈ ലോകത്തെ ജീവിതം ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന വഴിയാത്രക്കാരന്റെ യാത്രയുടെ അത്രയും ചെറുതാണ് എന്ന ബോധത്തിലാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതം പോകുന്നത് എങ്കിൽ ഈ പ്രതിസന്ധികളെ നാം മറികടക്കുക തന്നെ ചെയ്യുമെന്ന ബോധമുണ്ടാവണം. അതുകൊണ്ട് ഇന്ന് ഈ കുടുംബ സംഗമത്തിലും ഞാനും നിങ്ങളും ചിന്തിക്കുക, ഓരോ കുടുംബങ്ങളും ചിന്തിക്കുക, ജീവിതത്തിൽ ഇനിയും നമ്മൾ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. പ്രതിസന്ധികളെ മറികടക്കണം. ആ പ്രതിസന്ധികളെ മറികടന്ന് നാളെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ വിജയിയായി, വിജയശ്രീ ലാളിതനായി സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുന്നവരുടെ കൂടെ ഉണ്ടാവണം നമ്മൾ. അതിനാണ് ഇന്ന് ഈ സമ്മേളനത്തിന്റെ ആദ്യത്തെ സെഷൻ നിങ്ങളെ ഉദ്ഘോഷിക്കുന്നത്. അവിടെ ഒക്കെ നാം ചിന്തിക്കുന്നത് ബേജാറാ, വലിയ വലിയ ബിസിനസ്സുകാർക്ക് ബേജാറാ, വലിയ വലിയ പണക്കാർക്ക് ബേജാറാ. എന്തിനാ കൂട്ടരെ നമ്മൾ ബേജാറാവുന്നത്? എന്തിനാ നമ്മൾ ഇങ്ങനെ പ്രതിസന്ധിയിൽ അണ്ടുപോകുന്നത്? നാം സ്വയം ഉണ്ടാക്കുന്ന പ്രതിസന്ധിയുടെ വേലിക്കെട്ടുകളാണ് നമ്മുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്നത് എന്ന് തിരിച്ചറിയുക. ആ വേലിക്കെട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് നല്ല ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സ് കൃത്യമായി നിലനിൽക്കും. നമ്മുടെയൊക്കെ കുടുംബം സന്തോഷമുള്ളതാകും, നമ്മുടെയൊക്കെ മക്കൾ ഉഷാറാകും. ഈ ചിന്തയാണ് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ ശബ്ദപരിധിയിലുള്ള ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ വേളയിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് പലതരം പരീക്ഷണങ്ങൾ, ജീവിതം തന്നെ ഒരു പരീക്ഷണമായി മാറുന്ന, ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ പലതരം പരീക്ഷണങ്ങളുമായിട്ട് ഇപ്പോ ഗൾഫിലൊക്കെ വലിയ പ്രതിസന്ധിയാ. പറയാ അങ്ങനെയാ പ്രതിസന്ധി. വലിയ വലിയ ബിസിനസ് നടത്തിയവര് 5 സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെത്തിയിട്ട് ഇന്നോവ കാറിൽ നല്ല വില കൂടിയ സ്പ്രേയും പൂശിയിട്ട് ഇന്നോവ കാറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയ മനുഷ്യൻ. 5 സൂപ്പർ മാർക്കറ്റുകളാണ്. അയാളുടെ മക്കളൊക്കെ നല്ലത് മാത്രമേ തിന്നിട്ടുള്ളൂ. അയാളുടെ മക്കളൊക്കെ AC ഇല്ലാതെ ഉറങ്ങൂല. വലിയ പണമുള്ള ഒരു മനുഷ്യൻ, അയാൾ 5 സൂപ്പർ മാർക്കറ്റും സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഇത് ഇന്റേതാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തപ്പോ കയ്യുമുള്ള ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്ന മനുഷ്യൻ AC ഓണാക്കി മക്കൾ കിടന്നുറങ്ങിയിട്ട് ആ AC-യുടെ ബില്ല്, KCB-യുടെ ബില്ലടയ്ക്കാൻ പോലും കഷ്ടപ്പെടുമ്പോ ആരെങ്കിലും കയ്യിലൊന്ന് കൈ നീട്ടാൻ പോലും പറ്റുമോ? ഇന്നോവ കാറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേർന്ന നീക്ക് എന്താടാ പൈസ ഇല്ലേന്ന് ആൾക്കാർ ചോദിക്കൂലേ? ഏതെങ്കിലും പാവപ്പെട്ടവന് കൈ നീട്ടാം. വലിയ പ്രതിസന്ധി നേരിട്ട് ആകെ തകർന്നു തരിപ്പണമായി ഭാര്യന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞപ്പോ സമാധാനത്തിന് വേണ്ടി കൗൺസിലിംഗ് സെന്ററിൽ വരും. എന്താ നമ്മൾ ചെയ്യുക? എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് ഗൾഫിൽ പോയതാ. അവിടെ ഉണ്ടാക്കിയത് മുഴുവൻ അറബി പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു അത്ര അയാളോട്, നീ ഇവിടെ വരുമ്പോ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അയാൾ പറഞ്ഞു ഇല്ല, എന്നുള്ളതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് മുമ്പ് വെക്കോ. ഗൾഫിൽ വലിയ പ്രതിസന്ധി, എല്ലാം പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികളിലൊക്കെ പലതരം പരീക്ഷണങ്ങൾക്ക് ഒരു മനുഷ്യന് പലതരം പ്രതിസന്ധിയും റബ്ബ് സുബ്ഹാനഹു തആല നൽകും എന്നൊരു ബോധത്തിൽ നിന്ന് ടെൻഷൻ ഇതിന്റെ ഒരു പരിഹാരമല്ല പ്രിയപ്പെട്ടവര്. ആകെ ടെൻഷൻ അടിച്ച് ആകെ നിരാശ ബാധിച്ച്, ഞാനതാ പറഞ്ഞത്, ടെൻഷൻ നിരാശ. സത്യവിശ്വാസിക്ക് ടെൻഷൻ ഇല്ല. സത്യവിശ്വാസിയുടെ മനസ്സെപ്പോഴും അങ്ങനെയാ. സത്യവിശ്വാസിക്ക് നിരാശയില്ല, പ്രതീക്ഷ മാത്രം. എന്തെന്തൊക്കെ പരീക്ഷണം വരുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ കൃത്യമായിട്ട് നിലനിർത്തണം നമ്മള്. അതാ ഞാൻ പറഞ്ഞത്, ഒരു തുണ്ടം കയറിൽ ജീവനൊടുക്കുന്നവന് പ്രതീക്ഷയില്ല, നിരാശയാ. ട്രെയിനിന്റെ മുമ്പ് പോയിട്ട് ആ ട്രെയിനിന്റെ ഇരുമ്പ് ചക്രങ്ങൾക്കിടയിലേക്ക് തന്റെ തല വെച്ച് കൊടുക്കുന്ന ആൾക്ക് പ്രതീക്ഷയില്ല, നിരാശയാ. അയാൾക്ക് ഈ ലോകത്ത് ഇനി ഒന്നും മുന്നോട്ട് പോകാല്ലേ. നമുക്കുണ്ട് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ റബ്ബ് സുബ്ഹാനഹു തആല ഒരുക്കി വെച്ച സ്വർഗം എന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന പ്രതീക്ഷ.
അതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത്? ഈ ലോകത്തെ 70 80 വയസ്സ് ആയുസോട് കൂടി ജീവിക്കുന്ന കാലത്ത് അത് കഴിഞ്ഞു പോയാലും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് നിരാശയല്ല, ടെൻഷനല്ല പരിഹാരം. അതിനൊക്കെ അപ്പുറത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച് ഇതിനുള്ള ഭൗതികമായ പരിഹാര മാർഗങ്ങൾ എന്ത് എന്ന് തേടുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി, എനിക്ക് തന്ന വിഷയത്തിലെ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ ഈ ഒരു പരീക്ഷണങ്ങളുടെ ഒരു ഭൗതികമായ മാർഗങ്ങൾ എന്താണ്? ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഖുർആൻ പറഞ്ഞ, ദീൻ പറഞ്ഞ, കൃത്യമായി ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ട പാഠങ്ങൾ, ഭൗതികമായ പാഠങ്ങൾ എന്താണ്? നിങ്ങളൊക്കെ ഓർക്കുക, കുടുംബമായി ജീവിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഓർക്കുക, 3 കാര്യങ്ങൾ കുടുംബമായി ജീവിക്കുമ്പോൾ പ്രധാനമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് നിലനിൽക്കാൻ, ഇങ്ങനെ നിലനിൽക്കാൻ ഈ 3 കാര്യങ്ങൾ പ്രധാനമാണ്. നമ്പർ 1 മനസ്സമാധാനം. ഭൗതികമായി ഞാനും നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്. എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ തിരിച്ചറിയുക, നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിച്ചത്, നിങ്ങളൊരു കുടുംബമായത്, നിങ്ങൾക്ക് കുട്ടികളുണ്ടായത്, നിങ്ങളൊരു വീട് വെച്ചത് ഈ മനസ്സമാധാനം നിലനിർത്താനാണ് എന്ന് ഓർമ്മ വേണം. എന്ത് വില കൊടുത്തും നിങ്ങളുടെ വീട്ടിനകത്തെ മനസ്സമാധാനത്തെ തകർത്ത് കളയാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്തെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാം പ്രതിസന്ധികളാണെന്ന് ഓർമ്മ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കണം. എന്റെ ഭർത്താവിന്റെ മനസ്സമാധാനം തകർക്കുന്ന വാക്ക് എന്റെ വായിന്ന് വരൂലെന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോ സ്ത്രീയും പ്രതിജ്ഞ ചെയ്യണം. എന്റെ ഭാര്യയുടെ സമാധാനം തകർക്കുന്ന വാക്ക് എന്റെ ഭർത്താവിന്റെ വായിന്ന് ഉണ്ടാകൂല എന്ന് ഓരോ ഭർത്താക്കന്മാരും പ്രതിജ്ഞ ചെയ്യണം. എന്റെ ഉമ്മാന്റെ സ്വൈര്യം കെടുക്കുന്ന ഒരു പ്രവർത്തനവും, എന്റെ ഉമ്മാന്റെ സമാധാനം കെടുക്കുന്ന ഒരു പ്രവർത്തനവും പൊന്നു മോളായ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളൊക്കെ ശപഥം ചെയ്യണം. കോളേജിന്റെ ക്യാമ്പസിന്റെ പളപളപ്പിനകത്തേക്ക് ആഴ്ന്നിറങ്ങി പോകുമ്പോ പെറ്റ തള്ളയെ മറന്നുപോകുന്ന 100 കണക്കിന് 1000 കണക്കിന് 10000 ജീവിതങ്ങളെ കാണാം നിങ്ങൾക്ക്. അവിടെ കണ്ടെത്തിയ ഏതോ ഒരു ചെറുക്കന്റെ മുടി കണ്ടപ്പോ, ഏതോ ഒരു ചെറുക്കന്റെ വാക്ക് കേട്ടപ്പോ പെറ്റ വയറിനെ മറന്നുപോയി. ഇത്രയും കാലം നമ്മളെ പോറ്റി വളർത്തിയ അവൾ ഇപ്പോഴും ആ ചെറുക്കന്റെ മുമ്പിൽ കുത്തനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അവളെ പളപള മിന്നുന്ന ചുരിദാർ വാങ്ങിക്കൊടുത്ത അവളുടെ വാപ്പയെ മറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ അവര് ചിന്തിക്കണം, ഇതാ ഈ ബാപ്പക്കും ഉമ്മക്കും മനസമാധാനം കെടുത്തുന്ന, എന്റെ വീടിന്റെ മനസമാധാനം കെടുത്തുന്ന ഒരു പണി ഞാൻ ചെയ്യൂല. ഇതാണ് മനസ്സമാധാനം. ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ വേണ്ടത് ഇതാ. പ്രേമിക്കണ ഏത് പെൺകുട്ടിക്ക് അവിടെ മനസമാധാനം കിട്ടിയത്? ഏത് പെൺകുട്ടിക്ക? കുടുംബം എന്നത് മനസമാധാനത്തിന്, അല്ലാതെ ഒരു ചെക്കന്റെ കൂടെ പോയിട്ട് ഒരു റൂം എടുത്ത് ജീവിച്ച കുടുംബമാവില്ല. ആ കുടുംബത്തിന്റെ ഒന്നാമത്തെ കാര്യം മനസ്സമാധാനമാണ്. അപ്പം സമാധാനത്തിൽ നിന്നാണ്, സന്തോഷത്തിൽ നിന്നാണ് ഒരു കുടുംബം ഉണ്ടാവേണ്ടി. അല്ലാതെ കോളേജിലും സ്കൂളിലും ഒക്കെ കണ്ടുവെക്കുന്ന ഒരു ചെറുക്കന്റെ കൂടെ പോയി ജീവിച്ച അത് കുടുംബമാകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന പ്രിയപ്പെട്ട ആധുനിക കുട്ടികൾ തിരിച്ചറിയണം, അത് കുടുംബമാവൂല. ആ ടെൻഷനും കൂടി നിരാശയും പെട്ട് റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയൂല. പറ്റുമോ? ഞാൻ കണ്ടെത്തിയ, വ്യഭിചരിച്ച, ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ഈ ചെറുക്കനെ കല്യാണം കഴിച്ചിട്ട് പടച്ചോനെ എനിക്ക് സമാധാനം തരുന്നത് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഒരു തുണ്ടം കയറിൽ ജീവിതം അവസാനിപ്പിച്ച് ഇഹലോകവും പരലോകവും ഇല്ലാതെ രണ്ടും നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടരിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പെട്ടുപോകരുത്. അപ്പം ജീവിതത്തിന്റെ ഭൗതിക പരിഹാരം എന്താ? മാനസികമായിട്ട് മനസ്സമാധാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനം. കുടുംബമായത്, കുട്ടികളായത്, ഞാനും നിങ്ങളുമൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് എന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ എന്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പാന. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രാർത്ഥന ഖുർറത അയുൻ, കൺകുളിർമയുള്ള ഇണകളെ വേണേന്ന്. ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യക്ക്, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന്, മക്കളെ കാണുമ്പോൾ ബാപ്പക്ക്, ബാപ്പനെ കാണുമ്പോൾ മക്കൾക്ക് ഈ ഖുർറത അയുൻ, കൺകുളിർമയുണ്ടാക്കണം. നാം ഉണ്ടാക്കണം. ഇതൊന്നും വീട്ടിനകത്ത് ഉണ്ടാവില്ല. ഇത് ഉണ്ടാക്കണം. ആ ഭാര്യ ഉണ്ടാക്കണം. എന്തെന്തൊക്കെ പ്രതിസന്ധികളും എന്തെന്തൊക്കെ വേദനകളും ആരൊക്കെ കുത്തിയാലും എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, ആ പെണ്ണ് കൃത്യമായിട്ട് ആ വീട്ടിനകത്തുള്ള മനസ്സമാധാനത്തെ നിലനിർത്താൻ ശ്രമിക്കണം. കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, അതിനാണ് സ്വർഗം. ആണും അങ്ങനെ തന്നെയാ. പ്രതിസന്ധികൾ ഇനിയും വരാം. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പ്രഭാഷണം നടത്തേണ്ട ആള് തയ്യാറായിട്ടിരിക്കുന്നു. വിഷയം ഇനിയും അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും നീട്ടിപ്പറയണില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കുടുംബമായി ജീവിക്കണം. ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കണം, മനസ്സമാധാനം ഉണ്ടാക്കാനുള്ള വഴികൾ തേടണം നാം. മനസ്സമാധാനത്തെ തകർക്കുന്ന മുഴുവൻ സാധനങ്ങളെയും തകർക്കണം നാം. ഇത്ര മാത്രം. 2, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, അവന് സമാധാനം ഉണ്ടാവണം. ഇനി 2, സംതൃപ്തി ഉണ്ടാവണം. ഭൗതികമായ മനുഷ്യന്റെ മനസ്സിന്റെ തേടലതാണ്, സംതൃപ്തമാവണം അവൻ. എന്റെ മുന്നിലിരിക്കുന്ന ഭാര്യമാര് ചിന്തിക്കണം, ഭർത്താക്കന്മാര് ചിന്തിക്കണം, ആണോ എന്റെ പുതിയാപ്ല കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഭാര്യ, ഞാൻ എന്റെ ഭർത്താവാണ്,
ആ ഭർത്താവ് ഭാര്യയും ചിന്തിച്ചോ, സംതൃപ്തമാണോ? ഞാൻ പറയുന്നത് വെറും ഒരു ലൈംഗികത മാത്രമല്ല, അത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എല്ലാം. സാമ്പത്തികമായി, ശാരീരികമായി, ലൈംഗികമായി സംതൃപ്തിയുണ്ടോ? ഉണ്ടോ? ഭർത്താക്കന്മാരും ചിന്തിക്കണം. നാം ഇടപെടുമ്പോ, നാം ഭാര്യക്ക് കൊടുക്കുമ്പോ, ജീവിതം കൊടുക്കുമ്പോ, ലൈംഗികമായി ഇടപെടുമ്പോ അവൾ സംതൃപ്തയാണോ? നമ്മുടെ കാര്യം മാത്രമേ കഴിയുന്നുള്ളൂ, അവൾ സംതൃപ്തയാണോ? നമ്മൾ ചിന്തിച്ചോ? എപ്പോഴെങ്കിലും ചിന്തിച്ചോ? അസംതൃപ്തമാകുന്ന ഭാര്യമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വ്യാജ സിദ്ധന്റെ മുമ്പിൽ സ്വർണം കൊണ്ടുപോയി വെക്കുന്നവർ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാരാ. എന്തിനാ വെക്കുന്നേ? അവർക്ക് മനസമാധാനം വേണം, അവർക്ക് സംതൃപ്തി വേണം. ആ കേസ് കൊടുത്ത പെണ്ണ് മകൻ നന്നാവാനാണ് അത്രേ 10 പവൻ കൊണ്ടുപോയി സിദ്ധന് കൊടുത്ത്. മോന് നന്നാവാനേ സിദ്ധന് 10 പവൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ചിന്തിച്ചു നോക്കുക നിങ്ങൾ. മനസമാധാനത്തിന്റെ വഴികൾ മനുഷ്യൻ ഭൗതികമായി തേടുക. അതാ ഞാൻ രണ്ടാമത് പറഞ്ഞത്, സംതൃപ്തി. അവൻ സംതൃപ്തമാവണം. അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാർ ചിലപ്പോൾ നമ്മളൊക്കെ നല്ല ഉഷാറായിരിക്കും, 5 നേരം പള്ളി പോകുന്നവരാ, നമ്മൾ നോമ്പ് നോൽക്കുന്നവരാ, നമ്മളെല്ലാ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പരിപാടികൾക്കൊക്കെ മുൻനിരയിൽ നിൽക്കുന്നവരാ, എല്ലാറ്റിനും ഉഷാറാ, നാട്ടിൽ അറിയപ്പെടുന്നവരാ. ശരി തന്നെ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എന്റെ ഭാര്യ സംതൃപ്തമാണോ? എന്റെ സ്വഭാവത്തിൽ, എന്റെ പെരുമാറ്റത്തിൽ, എന്റെ വാക്കുകൾ കൊണ്ട്, ലൈംഗികമായി ഇടപെടലിൽ ഉണ്ടോ? ഓരോ പുരുഷനും ഈ വേദി വിട്ട് തിരിച്ചു പോകുമ്പോ നമ്മളൊക്കെ തിരിച്ചറിയുക, മാറ്റത്തിന് തയ്യാറാവുക. ആണോ? ഇന്ന് അവളോട് ചെന്ന് ചോദിക്കണം, എന്താണ് നിന്റെ അസംതൃപ്തി? നീ പറഞ്ഞു, ഏത് മേഖലയിലാണ് ഞാൻ മാറേണ്ടത്? ഞാൻ തയ്യാറാ മാറാൻ. കാരണം എന്താ? നാളെ നിന്റെ തൃപ്തിയോടുകൂടി എനിക്ക് പരലോകത്തേക്ക് പോകണം. ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് തൃപ്തി കുറവുള്ളത്? ഇന്ന് ചോദിക്കണം. ആ ചോദ്യത്തിൽ നിന്നാവണം നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റത്തിന് നാന്ദി കുറിക്കേണ്ടത്. ഉണ്ടോ? അപ്പൊ സംതൃപ്തമാണോ എന്റെ ഭർത്താവ്? സംതൃപ്തമാണോ എന്റെ ഭാര്യ? സംതൃപ്തമാണോ മക്കൾ? ആണോ? ദേഷ്യം പിടിച്ചും പ്രശ്നമുണ്ടാക്കിയും എപ്പോഴും കുറ്റം പറഞ്ഞും ഒക്കെ നടക്കുന്ന ബാപ്പമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടാവും. എല്ലാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഉണ്ടാകും. അവരൊക്കെ ചിന്തിച്ചോ, ഒരു മാറ്റത്തിന് തയ്യാറുണ്ടോ നിങ്ങൾ? അപ്പോ ഭൗതികമായ പരിഹാരം എന്താ? ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പരിഹാരം മാനസികമായ സമാധാനം, മനസ്സമാധാനം. രണ്ടാമത്തെ പരിഹാരം സംതൃപ്തമാവണം. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും സംതൃപ്തമാണെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇബാദത്തുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. പടച്ചോന്ന് അസംതൃപ്തമായ മനസ്സുമായിട്ട് നിങ്ങൾ പള്ളി നിസ്കരിക്കാൻ വന്ന് നോക്ക്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ നിന്നാ എന്താ ചിന്ത വരിക? അസംതൃപ്തമായ മനസ്സുമായിട്ട് നിങ്ങൾ നോമ്പ് വെച്ച് നോക്ക്. നിങ്ങൾക്ക് എന്താ ചിന്ത വരിക? തൃപ്തനാവണം ഒരു മനുഷ്യൻ. ഭൗതികമായിട്ട് അവൻ തൃപ്തനാവാൻ വേണ്ടിയിട്ടാണ് അവന്റെ കുടുംബം. ഇനിയോ മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ എന്താ? സന്തോഷം. കണ്ടോ? സംതൃപ്തി, മനസ്സമാധാനം, സമാധാനം, സംതൃപ്തി, സന്തോഷം. ഓർത്ത കേൾപ്പുണ്ട്. സന്തോഷം നിങ്ങള് സന്തോഷത്തോടെ സ്വീകരിക്കുക, അതാ ഭാര്യ. സന്തോഷത്തോടെ വരിക, അതാ ഭർത്താവ്. ആ നാട്ടിലെ ബിസിനസ്സിലെ ടെൻഷൻ മുഴുവൻ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഓള് വാതിൽ നോക്കുമ്പോൾ തന്നെ എന്ന് ചോദിക്കുന്ന ആളല്ല ഭർത്താവ്. സന്തോഷത്തോടെ തന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ മുഖം കാണിച്ചു നിൽക്കുക. എത്ര ജോലി കഴിഞ്ഞ് വെയിൽ കൊണ്ട് വാർപ്പിന്റെ പണിയെടുത്ത് ക്ഷീണിച്ച് കരുവാളിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോഴും നിങ്ങളുടെ പുഞ്ചിരി, ഒരിത്തിരി പുഞ്ചിരി നിങ്ങൾ ചുണ്ടിൽ ബാക്കി വെച്ചേക്കുക. വാതിൽ തുറന്നു തരുന്ന, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മുണ്ടും ഡ്രസ്സും ഒക്കെ അലക്കി തേച്ച് തരുന്ന, നിങ്ങൾക്ക് വെച്ച് വിളമ്പുന്ന, നിങ്ങളുടെ കുട്ടിയെ പെറ്റുപോറ്റി നിങ്ങൾക്ക് വേണ്ടി സംതൃപ്തിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ ജോലി ചെയ്ത വീട്ടിനകത്ത് കഷ്ടപ്പെടുന്ന പെണ്ണില്ലേ, ആ പെണ്ണിന് കൊടുക്കാൻ ആ ചുണ്ടിലൊരു പുഞ്ചിരി ബാക്കി വെച്ചിട്ട് പ്രിയപ്പെട്ട ആണുങ്ങളെ ആ വീട്ടിന്റെ വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ നിൽക്കേണ്ടത് അവിടെയാണ്. ആ പെണ്ണിന് സന്തോഷം കൊടുക്കുന്ന പുരുഷനാവുക. ആ പെണ്ണും ചിന്തിക്കുക, ആ വാതിൽ തുറന്നു കൊടുക്കുമ്പോ എന്റെ പുതിയാപ്പിളയാണ് വന്നത്, ബൈക്കിന്റെ ഒച്ച ഞാൻ കേട്ടല്ലോ, കാറിന്റെ ഒച്ച ഞാൻ കേട്ടല്ലോ. മക്കളെല്ലാം വാതിൽ തുറന്നു കൊടുക്കേണ്ടത്, ഉമ്മയല്ല വാതിൽ തുറന്നു കൊടുക്കേണ്ടത്. ആ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി, കണ്ണൊക്കെ ഒന്ന് ശരിയാക്കി, മുഖമൊക്കെ ഒന്ന് തുടച്ച് നല്ല ഒരു മുഖമാക്കി ആ ഭർത്താവിന്റെ മുമ്പിൽ പുഞ്ചിരിയോടെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു പെണ്ണ് ആ വീട്ടിലെ സമാധാനത്തിനുള്ള മാലാഖയായിട്ട് മാറും. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കേണ്ടത്. ഞാൻ വിശദമാക്കുന്നില്ല. നമുക്ക് കഴിയും അങ്ങനെയൊക്കെ. കഴിയാതെ ഇവിടെ പോവാന് കാരണം എന്താ? നാം ജീവിക്കുന്നത് നമ്മുടെ തൃപ്തിയോട് കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് കൂടി വേണ്ടിയാ. അപ്പോ മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന കുടുംബമായാൽ, സന്തോഷം നമ്മുടെ വീട്ടിനകത്തേക്ക് ഇറക്കുമതി ചെയ്താൽ, സംതൃപ്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സംതൃപ്തമാക്കാനുള്ള ശ്രമങ്ങളുടെ മത്സരമായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ഏറ്റവും
ഏറ്റവും മികച്ച കുടുംബമാവുകയും ആ കുടുംബത്തോടെ നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിലെത്തുകയും ആ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് സന്തോഷപൂർവ്വം പോവുകയും ചെയ്യുന്ന ആളുകളായിട്ട് ഞാനും നിങ്ങളും ഒക്കെ മാറും. അതുകൊണ്ട് പ്രതിസന്ധികളെ മറികടന്നിരിക്കും ഒരു വിശ്വാസി. പ്രതിസന്ധികൾ ഒരു വിശ്വാസിക്ക് ഒരു പ്രശ്നമേയല്ല. അവന്റെ വിശ്വാസത്തിന്റെ അചഞ്ചലമായ അവന്റെ വിശ്വാസം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭരമേൽപ്പിക്കൽ കൊണ്ട് സ്വർഗത്തിലുള്ള പ്രതീക്ഷ കൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധിയെയും കുടുംബത്തിനകത്തുണ്ടാകുന്ന പുറത്തുണ്ടാകുന്ന പ്രതിസന്ധിയെയും ഞാനും നിങ്ങളും തരണം ചെയ്തിരിക്കുമെന്ന് കൃത്യമായ ഒരു ബോധത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ഓഡിറ്റോറിയം ഈ ഒരു സംവിധാനം വിട്ട് നിങ്ങൾ പോകണം. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. വലിയ സന്തോഷമുണ്ട് ഇത്ര ദൂരം വന്നതും നിങ്ങളെ കണ്ടതും ഈ ഒരു സംവിധാനവും ഇത്രയും ശാന്തസുന്ദരമായ ഒരു പ്രദേശത്ത് മനോഹരമായ ഒരു ബിൽഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒരുക്കി തന്ന ഒരു സഹോദരൻ ഇത് ഒരു കോഴി ഫാം ആയിരുന്നു എന്നത് ആരും പറഞ്ഞാൽ വിശ്വസിക്ക പോലുമില്ല. ആ രൂപത്തിൽ മനോഹരമായി സംവിധാനിച്ച ഈ ഒരു സെന്റർ ഭാവിയിലെ ഈ പ്രദേശത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടക്കമാവട്ടെ എന്ന് ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രദേശത്ത് നിന്ന് ഈ ഒരു തുടക്കം ഇവിടെ കൂടിയ ആളുകൾ നമ്മൾ മതി ഈ പ്രദേശത്ത് വലിയ വെളിച്ചമുണ്ടാക്കാൻ വ്യാജസിദ്ധന്മാരെ തേടിപ്പോകുന്നവർ ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. പുരോഹിതന്മാരെ തേടിപ്പോകുന്നവരുണ്ട്. വിശ്വാസം ഇത്രയൊന്നും കിട്ടാതെ അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പല സ്ഥലങ്ങളിലും പോയി ആരാധന അർപ്പിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വെളിച്ചമേകാൻ വേണ്ടിയിട്ട് ഈ പഴയ കോഴി ഫാം നമ്മൾ പുതിയതാക്കി എടുത്ത പോലെ ഈ നാട്ടിലുള്ള പല ആളുകളെയും നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക് ഏകദൈവ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെയും തുടക്കമാവണം ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഓഡിറ്റോറിയം കൂടി എന്ന് ഉണർത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള താക്കത്തും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനക്കരുത്തും പ്രതീക്ഷയും നൽകി എന്നെയും നിങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോയി സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെയുള്ള കുടുംബമാക്കി റബ്ബ് നമ്മുടെ കുടുംബത്തെ മാറ്റുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.